ഹൃദയമൊഴികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്ത: ജീവിതത്തിൽ എപ്പോഴും എരിവെയിലുകളല്ല. സാധാരണ നാം കേട്ടുവരുന്ന ഒരു ഭാഷാ പ്രയോഗമാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നത്, അഥവാ പ്രഭാതം മുതൽ സന്ധ്യ വരെ. ഒരു ദിവസത്തിന്റെ മാറി മറിഞ്ഞു വരുന്ന അവസ്ഥാന്തരങ്ങൾ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രകടമാണ്. പ്രഭാതത്തിനും സന്ധ്യയ്ക്കും കാഴ്ചയിൽ സാമ്യതകൾ പലതുണ്ട്. അതിൽ പ്രധാനം ഇരുളിമ തന്നെയാണ്. ഈ രണ്ടവസ്ഥകളിലും സൂര്യൻ തന്നെയാണ് പ്രധാന കഥാപാത്രവും. പ്രകാശവും ഇരുളും തമ്മിൽ ഇടകലർന്നുണ്ടായ സമ്മിശ്രാവസ്ഥ മനുഷ്യൻ ഉൾപ്പെടെ സകല ജീവജാലങ്ങളിലും മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. പ്രഭാതം കർമ്മ നിരതരയുടെ ഒരുക്കങ്ങളിലാണെങ്കിൽ സന്ധ്യയിൽ വിശ്രമത്തിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് സകലരും. പ്രഭാതം ഇരുളിന്റെ കീഴടങ്ങലാണെങ്കിൽ സന്ധ്യ പകലിന്റെ മേലാധിപത്യം സ്ഥാപിക്കലാണ്. ഇതിനെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാവില്ല. പകലിനോടും രാത്രിയോടുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണിത്. അതിനെ മാറ്റുവാൻ ആരാരും സാധ്യവുമല്ല. സമുദ്രത്തിലെ ഹൂങ്കാര ശബ്ദവും അവ ഉയർത്തുന്ന തിരമാലകളും തിരകളെ ഉയർത്തുന്ന കാറ്റുകളും എല്ലാം ശക്തി ക്ഷയിച്ച് കീഴടങ്ങുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ അന്ധതമസിന്റെ ഭീകരത പുലരിയുടെ കിരണങ്ങൾക്ക് കീഴടങ്ങും. അത്യുഗ്രതയോടെ തലയ്ക്ക് മീരെ കത്തിജ്വലിച്ചുയർന്നു നിൽക്കുന്ന സൂര്യകിരണങ്ങളും സന്ധ്യയ്ക്ക് കീഴടങ്ങും. ഇതൊരു ദൈവിക വ്യവസ്ഥയും പ്രകൃതിയുടെ നിയമവും എങ്കിൽ ഇതിൽ നിന്നും ഏതൊരുവന്റെയും ഉള്ളിൽ ആശ്വാസത്തിന്റെയും കുളിർമയുടെയും അനുഭവം നൽകുന്ന ശക്തമായ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. ഏതൊരുവന്റെയും ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന പ്രഭാതത്തിന്റെ കിരണങ്ങൾക്ക് പകരം അതിതീക്ഷ്ണമായി കൊത്തിജ്വലിക്കുന്ന എരിവെയിലിന്റെ അനുഭവങ്ങൾ വന്നു ഭവിക്കാം. ഒരുപക്ഷെ ചിലരുടെ ബാല്യത്തിലാകാം അങ്ങനെയുള്ള അനുഭവങ്ങൾ, അതുമല്ലെങ്കിൽ യൗവനത്തിലാകാം, അല്ലെങ്കിൽ മധ്യായുസിലാകാം, അതുമല്ലെങ്കിൽ ജീവിതത്തിന്റെ സന്ധിങ്കലാകാം. ചൂട പോലെ കത്തി ജ്വലിച്ചുയരുന്ന കൊടും ചൂടിന്റെ അനുഭവങ്ങൾ വന്നു ചേരുന്നത് പുറത്ത് ശരീരത്തിന് വലിയ വാട്ടമൊന്നുമില്ലെങ്കിലും ഉള്ളം വാടിക്കരിയുന്നു. മുഖത്തൊളി വിതറിയ തേജസ്സിന് സന്തോഷത്തിനും മങ്ങലേൽക്കുന്നു. അതിന് കാരണങ്ങൾ പലതുണ്ടാകും. ഒരു പക്ഷേ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന പ്രതിബന്ധങ്ങളുടെ മതിലുകളാകാം, അല്ലെങ്കിൽ കൊട്ടിയടയപ്പെട്ട പ്രതീക്ഷകളുടെ വാതിലാകാം, അപ്രതീക്ഷിതമായി വന്നു ഭവിച്ച കൈവിടപ്പെടലോ ഒറ്റപ്പെടലുകളോ, അതുമല്ലെങ്കിൽ ആശ്രയം വെച്ച കൺമുൻപിലെ ചില പച്ചപ്പുകൾ വരണ്ടുണങ്ങി വാടിക്കരിയുന്ന അനുഭവങ്ങളും ആകാം. ഓരോരുത്തരുടെ മേലും കത്തിജ്വലിച്ചിറങ്ങുന്ന തീനാമ്പുകൾ വ്യത്യസ്തങ്ങളുമായിരിക്കും. നിഴലുകൾക്ക് കിഴക്കോട്ടും നീളം ഏറുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ജ്വാലയുടെ കാഠിന്യം കുറയാൻ തുടങ്ങി. അല്പം കഴിയുമ്പോൾ ആശ്വാസത്തിന്റെ ഒരു ചാഞ്ഞ വെയിൽ ജീവിതത്തിലേക്ക് വരും. നിശ്ചയമാണ്. കൊടുംചൂട് കെട്ടടങ്ങും. ഇരുവെയിലിൽ എങ്ങോ പോയി മറഞ്ഞില്ലേ അവയെല്ലാം. ആശ്വാസത്തിന്റെയും വിശ്രമത്തിന്റെയും ഒരു രാത്രി വരും. നിശ്ചയമായ കാര്യമാണ്. ജീവിതത്തിന്റെ എരിവയിലേറ്റ് വാടിത്തളർന്ന വ്യക്തിയാണോ സുഹൃത്തെ താങ്കൾ? എപ്പോഴും ജീവിതത്തിൽ എരിവയിലല്ല എന്നോർക്കണം. അല്പസഹനത്തിന് തയ്യാറെങ്കിൽ വെയിലാറിയ ഒരു അനുഭവം ജീവിതത്തിൽ തരാൻ ദൈവം ശക്തൻ തന്നെയാണ്. മരുഭൂമിയിൽ തന്റെ ജനമായ ഇസ്രയേലിന്റെ തലയ്ക്കുമീതെ മേഘത്തിന്റെ തണലൊരുക്കി ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് താങ്കളുടെ ജീവിതത്തിന്റെ നട്ടുച്ച നേരത്ത് ഒരു മേഘക്കീർ ഉയർത്തി ആ തണലിൽ താങ്കളെ മറയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആ ദൈവം ഇന്നും മരിച്ചിട്ടില്ല സുഹൃത്തെ. താങ്കളുടെ നട്ടുച്ചകളിൽ തണലേകാൻ, തണുപ്പേകാൻ അവിടെ നിന്നും ശക്തനാ. അതെ, യേശു ഇന്നും അനേകരുടെ കൊടുംചൂടിൽ തണലായി, താങ്ങായി, ആശ്വാസമായി അടുത്തു വരാൻ കെൽപ്പുള്ളവനാണ്. താങ്ങി നടത്താൻ കഴിവുള്ളവനാണ്. തണലിലേക്ക് മാറി നിന്നുകൂടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.